പിന്നെ അവളൊരു കാര്യം പറഞ്ഞു. നീ അവളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകാമെന്ന്. അവള് പറഞ്ഞ വാക്കിന് വില കൊടുക്കുന്ന ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ല. നീ അവളോടൊന്ന് സംസാരിച്ചു നോക്ക്. എന്താടാ, നീ സംസാരിക്കില്ലേ? അമ്മേ, എനിക്ക് അവളോട് ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? ഇത് നിന്റെ വീടാ. ഇവിടെ ആരൊക്കെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിനക്കുണ്ട്. വല്ലയിടത്തുനിന്നും വലിഞ്ഞു കയറി വന്നവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നീ ധൈര്യമായിട്ട് അവളോട് ഇറങ്ങിപ്പോകാൻ പറ. എന്നിട്ട് അവള് പോയില്ലെങ്കിൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. നീ എന്തിനാടാ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? ഗിരി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കും. അതിന് സത്യസന്ധമായി നീ ഉത്തരം നൽകണം. മഞ്ജു മഹിമയുടെ കൂടെ ജയിലിലെ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രാവിലെ നിന്റെ മുറിയിൽ നിന്നും പ്രീതി പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. അവൾ അടിച്ചു വരാൻ വന്നതാണെന്ന് നീ എന്നോട് പറഞ്ഞത് സത്യമാണോ? അല്ല. നീയും പ്രീതിയും തമ്മിൽ നിനക്ക് മഞ്ജുവിനെ ചതിക്കാൻ എങ്ങനെ മനസ്സ് വന്നൂടാ? പറയടാ, പറയ. ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാത്. ഞാനന്ന് ഒരുപാട് മദ്യപിച്ചിരുന്നു. അന്ന് എന്താ നടന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അടുത്ത ദിവസം പ്രീതി പറഞ്ഞപ്പോഴാണ് എത്ര വലിയ തെറ്റാ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായത്. മഞ്ജു അവളുടെ ജോലിയും കളഞ്ഞ് നിനക്ക് വേണ്ടി ജീവിക്കാൻ മാത്രം തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ തന്നെ വേണം എല്ലാം നശിപ്പിക്കാൻ. വെറുതെ അല്ല പ്രീതി ഇത്ര ആത്മവിശ്വാസത്തോടെ സംസാരിച്ചത്. നീ അവൾക്കെതിരെ ഒരു അക്ഷരം മിണ്ടില്ല എന്ന് അവൾക്കറിയാം. അവൾക്ക് നിന്നെ നിയന്ത്രിക്കാനുള്ള അധികാരം കിട്ടിയിരിക്കുന്നത്. അമ്മ പറയുന്ന കേട്ടാ തോന്നും പ്രീതി ഇതൊക്കെ കണക്കുകൂട്ടി ചെയ്തതാണെന്ന്. അങ്ങനെയൊന്നും അല്ല. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത തെറ്റാ നടന്നത്. അതിൽ പ്രീതിക്കും എന്നെ പോലെ തന്നെ കുറ്റബോധമുണ്ട്. അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കറിയോ? അറിയാല്ലേ? എന്നിട്ടും അവളുടെ ലക്ഷ്യം എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അവളെ വീട്ടിൽ തുടരുന്നത് നമ്മുടെ കുടുംബത്തിന് വലിയ അപകടമാണ്. എന്തപകടം? ഞാൻ കാരണം ഈ കുടുംബത്തിന് എന്തപകടം ഉള്ളത്? അറിഞ്ഞോ അറിയാതെ ഈ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലും ഞാൻ ദ്രോഹിച്ചിട്ടില്ല. നിങ്ങളുമായി ഇടപഴകിയതിൽ നഷ്ടക്കണക്ക് പറയാനുള്ളത് എനിക്ക് മാത്രം. പക്ഷെ എനിക്കതിൽ ഒരു പരാതിയില്ല. കാരണം നിങ്ങൾ എന്റെ കുടുംബമായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത്. നമ്മൾ തമ്മിൽ നടന്നതെല്ലാം ഗിരിയേട്ടൻ മറന്നോളൂ. ഞാൻ ഈ വീട് വിട്ടു പോണെന്ന് ഗിരിയേട്ടനുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊക്കോളാം. എന്റെ ജീവിതത്തിൽ പാതി വഴിക്ക് വെച്ച് എന്നെ ഉപേക്ഷിച്ച പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഗിരിയേട്ടനെയും കണ്ടോളാം. എനിക്കതിൽ ഗിരിയേട്ടനോട് ഒരു പരിഭവം ഉണ്ടാവില്ല. ഇതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതിക്കോളാം. ഗിരിയേട്ടൻ പറ, ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങണോ? വേണ്ട, പ്രീതി ഇവിടെ തന്നെ നിന്നോ. വൈകാതെ ഞാൻ കാനഡയിലേക്ക് പോവും. അതുവരെ എന്നെ ഈ കുടുംബത്തിന്റെ ഭാഗമാകാൻ സമ്മതിച്ചതിന് താങ്ക്സ്.
നീ ഈ ചെയ്തത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് നിനക്കിപ്പൊ മനസ്സിലാവില്ല. അതിനൊരു സമയം വരും. അമ്മേ അമ്മേ